ഹലോ, നമസ്കാരം. അനൂസ് ഹെൽത്തി ഹേവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോക കരൾ ദിനം. ലോക കരൾ ദിനത്തിൽ നമുക്ക് കരളിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നമ്മുടെ ശരീരത്തിലെ നിശബ്ദനായ ഒരു പോരാളിയാണ് കരൾ. 500-ലധികം പ്രധാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ കരളാണ്. അതുകൊണ്ട് തന്നെ കരളിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് എല്ലാവർക്കും ജീവിതശൈലിയിലൂടെയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്തുകൊണ്ട് കരളിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. എന്തൊക്കെയാണ് കരളിനെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള തവിടോടുകൂടിയ ധാന്യങ്ങൾ, ഓട്സ്, കുത്തരി, അതുപോലെ തന്നെ പല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളായ നാരങ്ങ, നെല്ലിക്ക, ഇഞ്ചി, മഞ്ഞൾ മുതലായവ നമ്മുടെ കരളിനെ ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം പ്രത്യേകിച്ച് ചൂടുള്ള സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുക ലിവറിനെ ക്ലിയർ ചെയ്യാനായിട്ട് അത് സഹായിക്കും. നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുമത്സ്യങ്ങൾ, നട്ട്സുകൾ ഇതെല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഹൈഡ്രേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഹൈഡ്രേഷന് നമ്മൾ ധാരാളം വെള്ളം നമ്മൾ കുടിക്കണമെന്ന് പറഞ്ഞു. 1 ലിറ്ററെങ്കിലും നമ്മൾ അതിൽ നാരങ്ങ വെള്ളം അതുപോലെ ജീരക വെള്ളമൊക്കെ ഉൾപ്പെടുത്തുന്നത് ദഹനം സുഗമപ്പെടുത്താനും ലിവറിൻ്റെ ഫങ്ഷൻ എൻഹാൻസ് ചെയ്യാനും നല്ലതായിരിക്കും. ഉന്മേഷം പകരാനും നല്ലതായിരിക്കും. ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ, കരളിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പഞ്ചസാരയും ഉപ്പും. ധാരാളം മധുരം അതുപോലെ തന്നെ ഉപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കരൾ വീക്കത്തിന് കാരണമാകും. സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾ, മൈദ, ടിന്നിലടച്ചിട്ടുള്ള ഫുഡുകൾ ഇവയെല്ലാം തന്നെ കരളിന് ദോഷം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളാണ്. മദ്യം, കരളിന് ഏറ്റവും വലിയൊരു ശത്രുവാണ് മദ്യം. മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. ഭക്ഷണം പോലെ തന്നെ അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു എക്സസൈസും കൂടെ നമ്മൾ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. വ്യായാമത്തിനും കൂടെ നമ്മൾ ഭക്ഷണത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കരളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്ത് കളയാനായിട്ട് നമ്മുടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അത് സാധാരണ പോലെയുള്ള ഒരു നടത്തം ഒരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ്സ് വരെയെങ്കിലും മിനിമം ചെയ്യാനായിട്ട് നോക്കുക. അത് കരളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ ഇളക്കി കളയാനായിട്ട് സഹായിക്കും. കൃത്യമായി കൺസിസ്റ്റൻ്റായി വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. കരൾ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ സാവധാനമായിരിക്കും. കരളിന് പൂർണ്ണമായി നശിക്കുമ്പോഴായിരിക്കാം പുറത്തേക്ക് കൂടുതൽ ലക്ഷണങ്ങൾ കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഫാറ്റി ലിവർ ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അമിതവണ്ണം ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ ഫാറ്റി ലിവറിന് കാരണമാകുന്നത് ഒരു അമിതവണ്ണമാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെയും അതുപോലെ തന്നെ ബേക്കറി പ്രൊഡക്റ്റുകളുടെയൊക്കെ കൺസംഷൻ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഒക്കെ അമിതമായിട്ട് കഴിക്കുന്നത് പലപ്പോഴും ഫാറ്റി ലിവറിലേക്കും ലിവർ പ്രോബ്ലങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. മദ്യപാനം മാത്രമല്ല, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും വളരെയധികം കൂടി വരികയാണ്. സ്ത്രീകളിലടക്കം വളരെയധികം ഗണ്യമായ ഒരു വർധനവാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും നിങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ക്ലിനിക്കലായിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ്റെ സേവനം ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അനൂസ് ഹെൽത്തി ഹേവൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായും എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലിവറാണ് 500-ലധികം ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിവർ ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം തന്നെ ഒരു കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബ്രെയിൻ, സെക്കൻഡ് ബ്രെയിൻ ആണ് ലിവർ എന്ന് പറയാം.
എല്ലാത്തരം ഡീടോക്സിഫിക്കേഷനും നടക്കുന്നത് ലിവറിലാണ്. അതുപോലെ തന്നെ എല്ലാ മെറ്റബോളിസവും നടത്തുന്നത് ലിവറിലാണ്. കാർബോഹൈഡ്രേറ്റ് ആകട്ടെ, പ്രോട്ടീൻ ആകട്ടെ, മറ്റേത് ഫാറ്റ് ആവട്ടെ, എല്ലാം തന്നെ മെറ്റബോളിസം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിവറിന് നൽകുന്ന ജോലിഭാരം കൂടുതലാകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ മദ്യപാനം, അതുപോലെ അമിതമായിട്ടുള്ള മധുരം, ഉപ്പ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡിൻ്റെ കൺസംഷൻ കുറയ്ക്കാനും അത് ഒഴിവാക്കാനും, അതുപോലെ തന്നെ നല്ല ചിട്ടയോടു കൂടിയുള്ളൊരു ജീവിതം നയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പുകവലി, മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമ്മൾക്ക് കൈകോർക്കാം നല്ലൊരു നാളേക്കായി. ലിവറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം. നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. താങ്ക് യു.